എല്ലാവർക്കും നമസ്കാരം. പേര് പരിചയപ്പെടുത്തി ഡോക്ടർ നിഷാദ് അബൂബക്കർ, സ്വദേശം എറണാകുളം കാക്കനാടാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു 13 കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 13ാമത്തെ കമ്പനിയുടെ കുറച്ച് വിശേഷങ്ങളൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഓക്കെ, അവിടെ ബാക്കിൽ കുറച്ച് പേര് നിൽക്കും, ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് സ്റ്റെയർ നിൽക്കാൻ പറ്റും. 11:30 മണിയായിട്ടുണ്ട്. ഒരു മണിയോടുകൂടി ഇരിക്കുമല്ലോ. ഇരുന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ലൈഫിൽ ചെറിയ ചേഞ്ചൊക്കെ തരാനുള്ള എന്തെങ്കിലുമൊക്കെ തരാം എന്ന് ഉറപ്പ് പറയാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇന്ന് ഒരു നല്ല മഴയൊക്കെ ഇട്ട് 2020 എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പല ആളുകളും ജോലി ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷേ പലരും വിചാരിച്ച ലക്ഷ്യത്തിലെത്തുന്നില്ല. എന്തുകൊണ്ട് ലക്ഷ്യത്തിലെത്തില്ല എന്ന് ചോദിച്ചാൽ, ജോലി ചെയ്യുന്നുണ്ട്, ശമ്പളം കിട്ടുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്, പക്ഷേ അതിൽ നിന്ന് നമുക്ക് വലിയൊരു സമ്പന്നതയിലേക്ക് ഭൂരിഭാഗം പേർക്ക് എത്താൻ പറ്റുന്നില്ല. ശരിയാണോ? അല്ലെ? ജോലി ചെയ്യുന്നുണ്ട്, കാശ് കിട്ടുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്, പക്ഷെ വലിയൊരു സെറ്റപ്പിലേക്ക് എത്താൻ പറ്റുന്നില്ല. റെഡിയാണോ? അല്ലെ? അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പഠിച്ചപ്പോ എനിക്കും ആ പ്രശ്നമുണ്ട്. അപ്പൊ ഇതില് അടിസ്ഥാനപരമായിട്ട് 3 പ്രോബ്ലംസ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയട്ടെ. ഒന്നാമത്തെ പ്രശ്നം, ഹൗ ടു മേക്കിംഗ് മോർ മണി. നമുക്ക് എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ് ഹൗ ടു മേക്കിംഗ് മോർ മണി. എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കണമെന്ന് നമുക്കറിയില്ല. അതായത് ഒരു മാസം നമ്മൾ ഉണ്ടാക്കേണ്ട എമൗണ്ട് എത്ര, അത് നമ്മളെ സ്കൂളിൽ നിന്ന് ആരെങ്കിലും പഠിപ്പിച്ചു തന്നോ, കോളേജിൽ നിന്ന് പഠിപ്പിച്ചു തന്നോ, ഏതെങ്കിലും മതസ്ഥാപനത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഒരു മാസം നമ്മൾ ഉണ്ടാക്കേണ്ട എമൗണ്ട് എത്ര? അല്ലെ? നല്ല രീതിയിലൊന്ന് ജീവിച്ചു പോകണമെങ്കിൽ നമ്മൾ ഒരു മാസം ഏൺ ചെയ്യേണ്ട എമൗണ്ട് 3,33,333 രൂപ ഒരു അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണം. ഓക്കെ, എത്രയാണോ? 3,33,333 പ്രതിവർഷം 40 ലക്ഷം രൂപ. ഓക്കെ, അത് പ്രതിവർഷം 40 ലക്ഷം രൂപ ഉണ്ടെങ്കിലാണ് ഒരു നല്ല കാറും നല്ല വീടും ഇന്നത്തെ ചെലവ് അനുസരിച്ച് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. ഇനി അതേസമയം നിങ്ങൾക്കൊരു കോടീശ്വരനാവണോ? കോടീശ്വരനാവണമെങ്കിൽ പ്രതിമാസം 10 ലക്ഷം രൂപ നമ്മൾ ഏൺ ചെയ്യണം. ഓക്കെ, അപ്പൊ ചോദിക്കും, എന്താണ് കോടീശ്വരൻ? സാറേ പേര് തരുന്നു, എന്താണ് കോടീശ്വരൻ? സാറിന് അറിയോ? വാട്ട് ഈസ് കോടീശ്വരൻ? കോടീശ്വരൻ എത്ര കോടിയുള്ള ആള്? യെസ്. അതായത് ഒരു കൊല്ലം എല്ലാ ചെലവും കഴിച്ച് 1 കോടി മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 2026 അത് നമ്മൾ ഏൺ ചെയ്താൽ 2026 കോടീശ്വരനാണ്. പക്ഷേ 2027 അത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കോടീശ്വരനല്ല. അപ്പൊ ഇവിടെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നൊരു കാര്യം, 13 വർഷം തുടർച്ചയായിട്ട് 1 കോടി നമ്മൾ സമ്പാദിച്ച് ബാങ്കിൽ FD ഇട്ടാൽ 14ാമത്തെ വർഷം മുതൽ എല്ലാ കൊല്ലവും നമുക്ക് 1 കോടി രൂപ പലിശയായിട്ട് കിട്ടും. അപ്പോൾ എന്തായി? വി ആർ ബിക്കേം പെർമനന്റ് കോടീശ്വരൻ. അപ്പോ പെർമനന്റ് കോടീശ്വരൻ എന്ത് ചെയ്യണം? 13 കൊല്ലം എല്ലാ ചെലവും കഴിച്ച് 1 കോടി ബാങ്കിൽ FD കിട്ടും. അപ്പൊ 14ാമത്തെ കൊല്ലം എത്രയായി? 13 കോടി രൂപ. 13 കോടി 7%, 1 കോടി 2 ലക്ഷം രൂപ. ക്ലിയർ ആയോ? അപ്പൊ കോടീശ്വരൻ എന്ത് വേണം? അത് പറഞ്ഞേ. സൂപ്പർ ടാക്സ് വരും, ടാക്സ് ഒക്കെ വരും സാറേ. ടാക്സ് കൊടുക്കണോ? നമ്മള് ഇപ്പൊ നല്ല വീട് കൊടുത്ത് പൊളിക്കാൻ എത്ര ചോദിച്ച പോലെ അല്ല ഇപ്പൊ ചോദിച്ചത്, അല്ലേ? അതായത് അപ്പൊ നമുക്ക് ആ കോടീശ്വരൻ എങ്ങനെയാകാം, അത് ആ ക്ലാസ് ആണ് പഠിക്കാൻ വേണ്ടി പോകണം. അപ്പൊ നിങ്ങൾ ഇത്ര നാൾ ഇവിടേക്ക് ആരെങ്കിലും കോടീശ്വരന്മാരുണ്ടതിൽ ഉണ്ടോ? ഇല്ല. എങ്ങനെ? ഇത് അറിയില്ലായിരുന്നു. എത്ര ഞാൻ കോടീശ്വരൻ അവർ എന്ത് ചെയ്യണം നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ എന്ത് മനസ്സിലായി? ഇപ്പൊ ഒരു 30 വയസ്സുള്ള ആരെങ്കിലും വീണ്ടും കഴിഞ്ഞു. ഈ 30 വയസ്സുള്ള ഒരാൾക്ക് എന്ത് ചെയ്താൽ മതി? അടുത്ത 13 കൊല്ലം കൊണ്ട് 43 വയസ്സിൽ കോടീശ്വരനാവും. എന്ത് ചെയ്യണം? 1 കോടി രൂപ വെച്ച് എല്ലാ മാസം മാറ്റി വെക്കണം, അല്ലെ? അപ്പൊ മാസം 10 ലക്ഷം വെച്ച് ഉണ്ടായി കഴിഞ്ഞ് 20 വർഷം ചെലവായിക്കോട്ടെ, ബാക്കി 1 കോടി മാറ്റി വെക്കാം. അങ്ങനെയാണെങ്കിലോ സെറ്റാണല്ലോ. അപ്പൊ ഇന്ന് നിങ്ങളുടെ അടുത്ത് പ്രസന്റ് ചെയ്യാം. ഇത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ. 2020 എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അതിനുശേഷം ഞാൻ പഠിച്ചു, അതിന് ഡോക്ടറേറ്റ് എടുത്തു. അപ്പോഴാണ് മനസ്സിലായത് ഇത് എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൂടാ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യും. ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ
ഒരു ബൈ ബൈ പറയാം, എവിടെയെങ്കിലും വെച്ച് കാണും, ഒന്ന് ചിരിക്കാം. ഓക്കെ, റെഡി? രണ്ടും ഒക്കെയുള്ള ഏതെങ്കിലും ഒന്നും നടക്കൂലേ? യെസ്. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോണ കാര്യം, ഒന്ന് നമുക്ക് എങ്ങനെ ഈ ഒരു 3,33,000 രൂപ ഉണ്ടാക്കണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് അതും കൂടെ ആദ്യം നോക്കാം അല്ലെ. ഇത് എന്തിനു വേണ്ടി? ഈ പൈസ ഇപ്പോൾ ഉള്ള പൈസ ജീവിച്ചാൽ പോലെ. അതില് പറയുന്നൊരു കാര്യം, ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ 4 സ്റ്റേജിലോ, ഇപ്പൊ ഇന്ന് ഇവിടേക്ക് എല്ലാവരും തന്നെ 4 സ്റ്റേജിൽ ജീവിക്കുന്ന ആളുകളാണ്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ, 4 അല്ല, ഒരെണ്ണത്തിൽ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജിന്റെ പേരാണ് സ്ട്രഗിളിങ്. അതായത് ജോലിയോ ബിസിനസ്സോ ഉണ്ട്, അതിൽ നിന്നൊരു വരുമാനമുണ്ട്, പക്ഷേ എന്നിട്ടും കടത്തിനൊരു കുറവില്ല. എന്തുണ്ട്? കടമുണ്ട്. എങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് സ്ട്രഗിളിങ്. ഓക്കെ, വരുമാനമുണ്ട് പക്ഷെ കടമുണ്ട്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജ് സ്ട്രഗിളിങ്. രണ്ടാമത്തതാണ് വരുമാനം, ജോലിയൊക്കെ ഉണ്ട് പക്ഷേ കടമൊന്നുമില്ല, അവരാണ് സ്റ്റേബിൾ. ഓക്കെ, രണ്ടാമത്തത് സ്റ്റേബിൾ. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് വരുമാനമുണ്ട്, ജീവിതത്തിൽ ഇപ്പൊ ഇന്ന് എന്ത് വേണമെന്ന് ആഗ്രഹിച്ചാലും വാങ്ങാൻ പണമുള്ള ആ സ്റ്റേജിൽ വിളിക്കുന്ന പേരാണ് സക്സസ്. ഇപ്പൊ ഇന്ന് വിചാരിക്കണം, ഇപ്പൊ ഇന്നലെ ഞങ്ങള് കമ്പനി മിഞ്ഞാന്ന് വന്നിരുന്നു ഒരു രാജൻ സാറ് ഞാൻ BMW പഠിക്കാൻ വേണ്ടി പോകണം. അത് എന്നോട് ഉപദേശിച്ച് ചോദിക്കാൻ വന്നു വെച്ചാൽ 1,36,00,000 പുതിയത് പഠിക്കണം, സെക്കൻഡ് ഹാൻഡ് ഉണ്ട് കുറച്ച് 36,000 കിലോമീറ്റർ ഓടിയത്, അത് 95 ലക്ഷം അത് മേടിക്കണം ചോദിച്ചു. അപ്പൊ എന്താ, അതിനാളെ കയ്യിൽ പൈസ ഉണ്ട്, ഏത് വേണമെന്ന് ആലോചിച്ചാൽ മതി അല്ലെ. അപ്പൊ അത്തരത്തിൽ എന്ത് വേണമെന്ന് ആഗ്രഹിച്ചാലും വാങ്ങാൻ സാമ്പത്തിക സ്ഥിതിയുള്ളവർ വിളിക്കുന്ന പേരാണ് സക്സസ്. ഓക്കെ, നാലാമത്തെ സ്റ്റേജാണ് സിഗ്നിഫിക്കന്റ്. അതായത് ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ വാങ്ങി, ഇനിയും ധാരാളം പണമുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ അവരുടെ ചിന്തയാണ് ഇല്ലാത്തവർക്ക് കൊടുക്കാം, ഗിവിംഗ് ബാക്ക് ടു നേച്ചർ, ഇല്ലാത്തവർക്ക് കൊടുക്കാം. യൂസഫ് അലിക്ക്, കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി, രവി പിള്ള, ഇവരൊക്കെ എവിടെയുണ്ട്? ഈ കൂട്ടത്തിൽ പെട്ടവരാണ്. ഓക്കെ, എന്റെ ചോദ്യം, നിങ്ങൾ ഇതിൽ എവിടെയുണ്ട്? സ്ട്രഗിളിങ്, സ്റ്റേബിൾ, സ്ട്രഗിളിങ് അല്ലെ. അപ്പൊ ഇതില് ഭൂരിഭാഗം പേര് എവിടെയുണ്ട്? സ്ട്രഗിളിലാണ്. അപ്പൊ എന്റെ ചോദ്യം, ഈ സ്ട്രഗിളിൽ നിൽക്കുന്ന നിങ്ങള് ഒന്ന് സക്സസ് ആവാൻ എത്ര വർഷം ഇന്നത്തെ സാഹചര്യത്തിൽ എടുക്കും? ഉടനെയൊന്നും നടക്കത്തില്ല. കാരണം നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോ ബിസിനസ്സോ ചെയ്ത് മുന്നോട്ട് പോയാൽ ഉടനെയൊന്നും നടക്കത്തില്ല. കാരണം അത് നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്. പക്ഷെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, ഇന്ന് ഇവിടെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാൽ വരുന്ന 1 വർഷം മുതൽ 5 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടി പോകണം. റെഡി? ഓക്കെ, വരുന്ന അല്ലെ ചെറിയൊരു വർഷം ക്ഷമിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ അതൊന്നും, ഇത് നിങ്ങളുടെ ബ്രെയിനിൽ കയറണുണ്ടോ അല്ലെ, ആ ബ്രെയിനിൽ കയറി കിട്ടണം. ഓക്കെ, അപ്പൊ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ പറയാൻ വേണ്ടി പോണത് നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കൂ. നിങ്ങളെ തട്ടിക്കാൻ വന്നവനല്ല. ഓക്കെ, അപ്പൊ ഒരു കാര്യം, നിങ്ങളെ ഞാൻ തട്ടിക്കണമെങ്കിൽ നിങ്ങൾ മണ്ടന്മാരാവണ്ടേ. പക്ഷെ നിങ്ങൾ ആരാ? ബിരുദന്മാരാ. അപ്പൊ നിങ്ങൾ പറ്റിക്കാനൊന്നും ഇങ്ങോട്ട് പറ്റില്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, നിങ്ങൾക്ക് അല്ലെ നല്ല രീതിയിൽ എന്നെ ഈ പ്രൊജക്ട് മനസ്സിലാക്കാൻ പറ്റിയാൽ ഓക്കെയാണ്, നിങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ ആ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരു ഡ്രമാസ്റ്റിക് ചേഞ്ചിന് വേണ്ടി ദിവസം ആയിരിക്കുന്നു. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുമോ?